വർക്ക് കഴിഞ്ഞതിന് ശേഷം ജോലി കഴിഞ്ഞതിന് ശേഷം രണ്ടും സെയിം ആണെന്ന് അറിയാം. അതിനുശേഷം കുളിച്ച് ഫ്രഷായി പള്ളിയിലേക്ക് പോയതിന് ശേഷം സൂപ്പർ മാർക്കറ്റിൽ കയറിയതിന് ശേഷം ഞാൻ വിചാരിച്ചു നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നു. അവിടെ പോയി നോക്കിയപ്പോൾ കടയിൽ ഒരു സാധനവുമില്ല. എന്താണാവോ? പിന്നെ ഞാൻ സ്നാക്സ് വാങ്ങണ പോലെ, നമ്മുടെ നാട്ടിൽ പരിപ്പട പഴംപൊരിയൊക്കെ വാങ്ങണ പോലെ ഇവിടെ കിട്ടുന്നത് ബ്രെഡാണ്. ഇവിടെ ബ്രെഡിനെ ബ്രോഡ്ഷൻ എന്ന് പറയും, ബ്രോഡ്ഷൻ. സോ ഞാൻ കുറച്ച് ബ്രോഡ്ഷൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്രോഡ്ഷൻ്റെ ഉള്ള സോസേജ് ആയിട്ടുള്ളൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു ഈവനിങ് ഒരു 5 മണി 6 മണിക്ക് ശേഷം ഇവിടെ കാലത്തുണ്ടാക്കിയ ബ്രോഡ്ഷനൊക്കെ വില കുറവുണ്ട്. സോ അത് എയിമാക്കിയിട്ട് പോയതല്ല, ഞാൻ ചുമ്മാ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയതാണ്. ബട്ട് അതൊന്നും കിട്ടാത്തത് സ്ഥിതിക്ക് നല്ല വിശപ്പ് വന്നത് കൊണ്ടും പിന്നെ അവിടെയുള്ള സാധനം ഇതായതുകൊണ്ടും പിന്നെ കുറേ കാലമായിട്ട് ഇത് കഴിക്കാത്തത് കൊണ്ടും ഞാൻ ഈ സാധനം വാങ്ങി കഴിക്കുകയാണ്. ഇതോ സോ ഞാൻ ഈ ബ്രോഡ്ഷൻ കാണിച്ചു തരാം എങ്ങനെ കഴിക്കേണ്ടതെന്ന്. സോ നമ്മൾ ഫോൺ ആ സൈഡിൽ വെച്ചു. ഇത് പാക്കറ്റിൻ്റെ ഉള്ളിൽ ഈ സാധനം എടുത്തതിന് ശേഷം ഇതാണ് ഞാൻ പറഞ്ഞ സോസേജ് ആയിട്ടുള്ള ഒരു ചെറിയ സാധനം. സോ അതിൻ്റെ ഉള്ള സോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ സോസേജും ഉണ്ട്. ഇങ്ങനെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കണ്ടോ? കൊള്ളാം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ സാധനം കഴിക്കണേ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ഇതാണ് സാധനം, സോസേജ് പോലെ. പിന്നെ ഇവിടെ നല്ലൊരു വിൻഡി വെതറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വഴിയിലൊക്കെ ഇലകളൊക്കെ കാണാം. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രിങ് സ്റ്റാർട്ടാവും. സമ്മറിൻ്റെ എൻഡ് ഒക്കെ ആവാറുണ്ട് എന്നൊക്കെ തോന്നണു. ബട്ട് ഒന്നും ആയിട്ടില്ല. സോ കഴിക്കിട്ടുണ്ടോ? സോ ഈ സാധനം കണ്ടോ? ബ്രെഡ്, സോസേജ്, പിന്നെ ഒരു സോസ് വെച്ചിട്ടുണ്ട്. നടന്ന് വെയ്യാണ്ടായി. സോ പെട്ടെന്ന് ഇവിടെ ഇരിക്കാനായിട്ടൊരു സ്ഥലം കണ്ടു. സോ ഇതിൻ്റെ ബാക്കിൽ ചെടികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മരം വളർന്നു വരുന്നുണ്ട്. സോ ഇവിടെ ആരും ഇരിക്കണില്ല. സോ ഞാൻ വിചാരിച്ചു ഇനിയുള്ള അടുത്ത ഫുഡ് നമുക്ക് ഇവിടെ നിന്നിട്ട് കഴിക്കാണ്. സോ അടുത്ത ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഒരു ടൈപ്പ് ഓഫ് ബ്രോഡ്ഷനാണ്. ഇത് ഇങ്ങനെ ഇരിക്കും. ഇത് ആക്ച്വലി ഒരു ഡിസൈൻ പോയിട്ടുള്ളൊരു ബ്രോഡ്ഷനാണ്. സാധനം ഇങ്ങനെ ഇരിക്കും. സീരീസ് ഇങ്ങനത്തെ ഒരു ഡിസൈനിലാണ് ഈ സാധനം ഉള്ളത്. ആൻഡ് ഒരു വികാരമില്ലാത്തൊരു സാധനമാണ് ഈ സാധനം. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിർത്തിയിട്ടാണ്. ഒരു വികാരമില്ല. എനിക്കും ഒരു വികാരമില്ല. ബ്ലഡിനും ഒരു വികാരമില്ല. ഇവിടെ കാരണം നിങ്ങൾക്കും ഒരു വികാരമില്ല. ഈ ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ച് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചുമ്മാ പുഷപ്പും പുള്ളപ്പൊക്കെ ചുമ്മാ ഡമ്പലൊക്കെ പൊക്കണ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞെട്ടാനുള്ള സാധനം നമ്മുടെ